നോമ്പ് 2 അപ്പോൾ എന്തൊക്കെയാണ് കഴിച്ചതെന്ന് നമുക്ക് നോക്കാം. നോമ്പ് മുറിച്ചപ്പോൾ ഇടയത്താഴത്തിൻ്റെത് ഞാൻ എടുക്കാൻ മറന്നുപോയി. ഞാൻ നോമ്പ് മുറിച്ചത് ആദ്യം ഒരു ഈത്തപ്പഴത്തിലാണ്. അത് കഴിഞ്ഞിട്ട് ഇത് ഷേക്കൊന്നുമല്ല കേട്ടോ, മോരാണ്. എനിക്കെന്തോ മോര് കുടിക്കുമ്പോൾ ഭയങ്കര റിഫ്രഷ്മെൻ്റാണ് കിട്ടുന്നത്. അപ്പോൾ മോരും കുടിച്ച് പിന്നെ അതിനുശേഷം കുറേ ഫ്രൂട്ട്സൊക്കെ ഉണ്ടായിരുന്നേ. ആ ഫ്രൂട്ട്സൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അത്യാവശ്യം വയറൊക്കെ നല്ല ഫില്ലായിട്ടുണ്ടായിരുന്നേ. ആ ഫ്രൂട്ട്സ് സത്യം പറഞ്ഞാൽ നമുക്ക് ജ്യൂസ് അടിക്കുന്നേക്കാളും ഇങ്ങനെ കഴിക്കുന്നതാണ് കുറച്ചുകൂടി ബെനിഫിറ്റ് എന്നാണ് വിവരമുള്ള ആരൊക്കെയൊക്കെയോ പറയുന്നത്. പക്ഷേ അതിനുശേഷം എൻ്റെ കൺട്രോൾ പോയൊരു സാധനമാണ് ഇത്. ചിക്കൻ സമൂസയാണ് 2 കഴിച്ചിട്ടുണ്ടായിരുന്നത്. വേണ്ട എന്ന് വിചാരിച്ചാണ്, പക്ഷേ കഴിച്ചു. കാരണം കണ്ണിൽ കണ്ട എങ്ങനെ കഴിക്കാതിരിക്കും. അത് കഴിഞ്ഞിട്ട് കഞ്ഞി പയറും, ഇത് നമ്മുടെ പള്ളിയിൽ കിട്ടുന്ന നോമ്പ് കഞ്ഞിയാണ് കേട്ടോ. പയർ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്, അതും കഴിച്ചിട്ടുണ്ടായിരുന്നേ. ഇത് നമസ്കാരം കഴിഞ്ഞതിന് ശേഷം വന്നിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നതാണ് ഈ കഞ്ഞിയും പയറും. ഇശാ നമസ്കാരത്തിന് ശേഷം ഞാൻ 2 അപ്പവും ചുട്ട് കുറച്ച് മീൻകറിയും പിന്നെ മുട്ടത്തോരനും പിന്നെ ഒരു കോഫിയും. ഇന്നത്തെ ഡിന്നറും ക്ലോസ് ആയിട്ടുണ്ട്. ഇനി നാളത്തെ ഇടയത്താഴത്തിനത് അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാമേ.